ഇപ്പോൾ താൻ ക്രൂശിൽ കിടക്കുന്നത് ദൈവത്തിന്റെ പുത്രനായിരിക്കുന്ന ക്രിസ്തുവായിട്ടല്ല, പിന്നെയോ നമ്മുടെ പാപങ്ങളെ താൻ സ്വയം ഏറ്റപ്പോൾ, അല്ലെങ്കിൽ പിതാവ് തന്റെ മേൽ ചുമത്തിയപ്പോൾ, പാപത്തിന്റെ ശമ്പളം മരണമാണെന്നുള്ള ദൈവ കോടതിയുടെ മുമ്പിൽ ആ ശിക്ഷ ഏൽക്കുന്ന ഒരു മനുഷ്യനായിട്ടാണ് ഇപ്പോൾ യേശുക്രിസ്തു ക്രൂശിൽ കിടക്കുന്നത്. താൻ ദൈവപുത്രൻ എന്നുള്ള പദവിയിൽ താഴ്ത്തപ്പെട്ടു. ഇപ്പോൾ താൻ ഒരു മനുഷ്യനായിട്ട്, വെറും ഒരു മനുഷ്യനായിട്ട് അത്രേ ക്രൂശിൽ കിടക്കുന്നത്. എന്ന് മാത്രമല്ല, നമ്മുടെ പാപങ്ങളെ അവന്റെ മേൽ ഏൽപ്പിച്ചപ്പോൾ നമ്മുടെ പാപത്തിന്റെ ശിക്ഷയായിരിക്കുന്ന മരണം, അല്ലെങ്കിൽ ന്യായവിധിക്ക് മുമ്പിൽ തൂങ്ങിക്കിടക്കുകയാണ് ഈ ക്രിസ്തു. സ്വർഗത്തിലിരിക്കുന്ന ആ ദൈവമോ, അവന്റെ പിതാവായിരുന്ന ദൈവമോ ഇപ്പോൾ തന്റെ പിതാവായിട്ടല്ല സ്വർഗത്തിലിരിക്കുന്നത്, പിന്നെയോ ഇപ്പോൾ പാപത്തിന്റെ ശമ്പളം മരണമാണെന്നുള്ള ആ നിയമത്തെ വിധിച്ചിരിക്കുന്ന, ആ നിയമം നടപ്പാക്കുന്ന ഭയങ്കരനായിരിക്കുന്ന ഒരു ന്യായകർത്താവായിട്ട്, അല്ലെങ്കിൽ ജഡ്ജിയായിട്ട് അത്രേ ഇപ്പോൾ അവന്റെ പിതാവായിരിക്കുന്നവൻ സ്വർഗത്തിലിരിക്കുന്നത്. നോക്കുക, നമ്മുടെ പാപങ്ങളെ അവന്റെ മേൽ ചുമത്തിയപ്പോൾ ദൈവം അവനെ ഉപേക്ഷിച്ച് കളഞ്ഞു എന്ന് നമ്മൾ വായിക്കുന്നതിന്റെ കാരണം, നമ്മുടെ പാപത്തിന്റെ ശിക്ഷ അവന്റെ മേൽ കൊടുക്കാതിരിക്കാൻ കഴിയത്തില്ല. കാരണം നാം രക്ഷിക്കപ്പെടേണ്ടതിന്, നമുക്ക് പാപമോചനം ലഭിക്കേണ്ടതിന്, നമ്മൾ ഈ പാപത്തിന്റെ ശിക്ഷയായിരിക്കുന്ന മരണത്തിൽ നാം രക്ഷപ്പെടേണ്ടതിന് ദൈവം തന്റെ പുത്രനായിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ മേൽ നമ്മുടെ പാപം ചുമത്തേണ്ടത് ആവശ്യമായിരുന്നു.